പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷത്തെ ദൈവദിന ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി കടന്നുപോയി പ്രാർത്ഥിപ്പാനായി കടന്നുപോയപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകതകളെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുവാൻ തക്കണം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു രംഗമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വായിപ്പാൻ തക്കണം സാധിക്കുന്നത്. അതിൻ്റെ 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി ഇതിൻ്റെ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ പ്രധാനമായ വിഷയമെന്നുള്ളത് നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നാം ഉപവസിക്കുന്നവരാണ്, നാം ആരാധിക്കുന്നവരാണ്. എന്നാൽ നാം ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യക്തമായ പ്രാധാന്യതയെക്കുറിച്ച് നമ്മുടെ കർത്താവ് തൻ്റെ വചനത്തിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയമായ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? നാം വായിച്ച ആ വേദഭാഗത്ത് തന്നെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ തക്കണമുള്ളതായ ഒരു പ്രത്യേക ശക്തി പ്രാപിപ്പാൻ വേണ്ടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പരീക്ഷണങ്ങൾ, ധാരാളം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഒന്നിനു പുറകെ ഒന്നൊന്നായി പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നാം തളർന്ന് താളടിയായി പോകുവാൻ സാഹചര്യങ്ങൾ നമ്മുടെ മേൽ പ്രലോഭനമായി കടന്നു വരുമ്പോൾ, നമ്മളുടെ പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ പരീക്ഷണങ്ങളിലൊന്നും നാം അകപ്പെട്ടു പോകാതെ ആ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്തേ പറ്റുകയുള്ളൂ? നാം പ്രാർത്ഥിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വരാൻ പോകുന്ന വലിയൊരു പരീക്ഷണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അതേ പ്രോത്സാഹിപ്പിക്കുകയാണ്, അർത്ഥാൽ അവരെ പ്രലോഭിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉറങ്ങാതെ പ്രാർത്ഥിക്കണം. എന്തിനാണ്? വലിയൊരു പരീക്ഷണം വരുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകും. ആ പരീക്ഷണത്തിൽ നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രയാസമാണ്. ആകയാൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവസഭയിലെ അംഗങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളായ നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലോചന ദൈവം നമ്മെ അറിയിക്കുന്നത്, നാം പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ നാം പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. പരീക്ഷണങ്ങൾ ഒന്നൊന്നായി നമ്മുടെ പുറകെ വരും. അത് നമ്മുടെ മുൻപും പിറകുമായി പരീക്ഷണങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ അതിൽ അകപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാരണം. ആകയാൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്ന്, നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത്, അതിൻ്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നതായ ഒരു വാക്യം ഇങ്ങനെയാണ്, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് തൻ്റെ പിതാവായ ദൈവത്തോട് യേശു പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. ജഡപ്രകാരത്തിൽ ജീവിക്കുന്നതായ കർത്താവ് അതേ ദൈവികമായ ആലോചന, തൻ്റെ പിതാവിൻ്റെ ആലോചന അനുസരിച്ച് ഭൂമിയിലേക്ക് വന്നുവെങ്കിലും ജഡത്തോടുകൂടെ താൻ ആയിരിക്കുമ്പോൾ പിതാവിനോട് താനൊന്ന് ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്, പിതാവേ അങ്ങയുടെ ഇഷ്ടം എന്താണ്? ദൈവത്തിന് സ്തോത്രം. നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായ ഇഷ്ടം എന്താണ്, ദൈവത്തിന് നമ്മളിലുള്ള ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. കാരണം പ്രാർത്ഥനയിൽ കൂടെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യനോട് നമ്മൾ മറ്റുള്ളൊരു മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെ നാം ചോദിച്ചാൽ അവർ പറഞ്ഞു തരിക തന്നെ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഇഷ്ടങ്ങളെക്കാൾ അപ്പുറമായ ആണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് നാം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ നാം മനസ്സിലാക്കുക, നാം എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളതായ ഇഷ്ടം എന്താണ്? ദൈവത്തിന് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള
ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, നമ്മളുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്താണ്, ആ ഇഷ്ടങ്ങളൊക്കെ നാം അറിയുവാനായി ദൈവം നമുക്ക് വച്ചിരിക്കുന്നതായ ഒരു പ്രവർത്ത മേഖലയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആലോചന പ്രാപിപ്പാൻ നാം അധികമായി പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് അതിൻ്റെ 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു പ്രാർത്ഥിച്ച് അല്പം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് യേശുവിനെ ബലപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ആവശ്യകത ഇവിടെ ദൈവവചനത്തിൽ കൂടെ കർത്താവ് തന്നെ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ശക്തി ഇറക്കുന്നതും അല്ലെങ്കിൽ ലഭിക്കുന്നതും പ്രാർത്ഥനയിൽ കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിൻ്റെ ശക്തികളെ പ്രാപിക്കുവാൻ പലതും നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, എന്നാൽ ആ ശക്തികളൊക്കെ വേഗത്തിൽ നശിച്ചു പോകുമ്പോൾ നശിച്ചു പോകാതെ നിത്യതയോളം നമ്മെ കൂട്ടിക്കൊണ്ടു ചെന്ന നിത്യതയിൽ സ്വർഗത്തിലെ ദൈവത്തോട് ചേർത്ത് നമ്മെ ഇരുത്തുന്ന ആ ദൈവിക സ്നേഹം മനസ്സിലാക്കുവാൻ, ആ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ നാം പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലമേൽ ഒരു സ്വർഗീയ ശക്തി ഇറങ്ങി വരികയാണ്. ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം തന്നിലേക്ക് ശക്തി ഇറങ്ങി വന്നു. ആ ശക്തിയിലാണ് താൻ ക്രൂശ് മരണത്തിലേക്ക് അടുക്കുവാനിടയായതെങ്കിൽ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി തീരട്ടെ. പ്രാർത്ഥിക്കുന്നവനെ തകർത്ത് കളയുവാൻ ആർക്കും സാധിക്കയില്ല. പ്രാർത്ഥിക്കുന്നവനെ ഇല്ലാതാക്കുവാൻ ആർക്കും സാധിക്കയില്ല. പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം നാം ധരിക്കുക തന്നെ ചെയ്യണം. അത് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ മുൻപോട്ട് പോകുന്ന ആരെയും തോൽപ്പിക്കുവാൻ ശത്രുവിന് സാധിക്കയില്ല. ആകയാൽ ഈ ഷോർട്ട് മെസ്സേജിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി തീരുക. പ്രാർത്ഥിച്ച് പരീക്ഷണങ്ങളിൽ അകപ്പെടാതെ മുൻപോട്ട് പോകുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. സ്വർഗീയ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. ആകയാൽ പ്രാർത്ഥിച്ച് വരും ദിവസങ്ങളിൽ കൂടുതലായി പ്രാർത്ഥിച്ച് ആത്മശക്തി പ്രാപിച്ച് ദൈവാലോചന പ്രാപിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വഴിയിൽ നാം പട്ടുപോകയില്ല. നമ്മെ തകർത്ത് കളയുവാൻ ശത്രുവായവൻ വഴിയിൽ പതിയിരിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ തന്ത്രങ്ങളൊന്നും നമ്മുടെ മേലേശാതിരിക്കണമെങ്കിൽ സ്വർഗീയ ശക്തിയുടെ വലയത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ആകയാൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ശക്തി കൊണ്ട് നിറച്ച് കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ ബലപ്പെട്ട് കൂടുതൽ ദൈവാലോചന പ്രാപിച്ച് ഈ ലോകത്തിൻ്റെ മായാക്കാഴ്ചകളിൽ വീണുപോകാതെ ദൈവഗീതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് മെസ്സേജ് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ കേട്ട വചനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, ഇന്ന് ഈ വചനം കേട്ട ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇവർ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രാപിച്ച് സ്വർഗീയ ശക്തി പ്രാപിച്ച് പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള ദൈവശക്തി ഇവർക്കെല്ലാവർക്കും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രതികൂലങ്ങളെല്ലാം മാറട്ടെ, ഇവരുടെ പ്രയാസങ്ങൾ മാറട്ടെ. അങ്ങയുടെ ശക്തിയിൽ ബലപ്പെട്ട് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ കർത്താവ് ഇവരെ സഹായിക്കണം. ഇവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവം കണ്ണതൊന്നി സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.